കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏറ്റവും ഭൂരിപക്ഷം ആൾക്കാരും ജ്യോതിഷ വിശ്വാസികളാണ്. എല്ലാവർക്കും ധനം ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, ധനത്തിന് എനിക്ക് തടസ്സമാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ധനത്തിൻ്റെ തടസ്സം മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മാർഗമാണ് തടസ്സം. അതിനുള്ള വിഘ്ന വിനായകനായ ഗണപതിയെ ധ്യാനിക്കുക. ആ തടസ്സം, ധനസംബന്ധമായിട്ടുള്ള തടസ്സം മാറി കിട്ടാൻ ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഗണപതിയെ നമ്മുടെ വീട്ടിൽ ഒരു മഞ്ഞപ്പട്ടെടുത്തതിന് ശേഷം 21 വെള്ളി നാണയം കഴുകി അതിനുള്ളിൽ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിലൊരു നാളികേരം കൂടെ വെച്ച് ഒരു കവർ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയോ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതിയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ എന്നുള്ള മന്ത്രം ഒരു ദിവസം 108 പ്രാവശ്യം വെച്ച് ഈ സ്ഥാനത്തിലിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന പട്ടും മഞ്ഞൾപ്പൊടിയും നാണയവും കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ ശരീരത്തിനൊഴിഞ്ഞ് അവിടെ വെച്ചിട്ട് ഓരോ നാണയം കൂടെ അതിൽ നിക്ഷേപിച്ച് 21 ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത ധനം പോലും നമ്മുടെ അടുക്കിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടിയത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു പട്ട്, അത് മഞ്ഞപ്പട്ടാണ് വേണ്ടിയത്. ഒരു നാളികേരം വേണം. 21 നാണയം അതിനകത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും 21 ദിവസവും ഓരോ നാണയം കഴുകി അതിനകത്ത് നിക്ഷേപിച്ച് ഒരു കവറ് ശുദ്ധമായ മഞ്ഞപ്പൊടി, നല്ല മഞ്ഞപ്പൊടി, കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ശുദ്ധമായിട്ടുള്ള നല്ല മഞ്ഞപ്പൊടി ആയിരിക്കണമെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ 21 ദിവസം ചെയ്തതിന് ശേഷം ഇത് വളരെ ഭയഭക്തിയോടുകൂടി നമ്മൾ ഗണപതിയുടെ നടയ്ക്ക് കൊണ്ട് സമർപ്പിച്ച് അവിടെ അഷ്ടദ്രവ്യം 8 കൂട്ടിയുള്ള ദ്രവ്യം വശ്യം ചേർത്തിട്ട്, അത് വശ്യം എന്ന് പറയുന്നത് ധനവശ്യം ചേർത്തിട്ട് ഗണപതി ഹോമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാനുള്ള പൈസയും ആരെങ്കിലും പറഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള പൈസയും ധനസംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ്. സ്വയം ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഒരു പൂജ കഴിപ്പിച്ച് ആ പൂജാ മധ്യത്തെങ്കിൽ ഇത് വാങ്ങി വെച്ചതിന് ശേഷം 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ അത് ഗണപതിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത്യുത്തമം. ഒരുപാട് ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാകാൻ ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഷയമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നിടം വരെ വീണ്ടും ഏവർക്കും നമസ്കാരം, നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.